ഈ വരുന്നതാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ. ഇവളുടെ പേര് മേ എന്നാണ്. നമ്മുടെ മെയ് മാസമില്ലേ, ആ പേരാണ് ഇവൾ കിട്ടിയിരിക്കുന്നത്. മറ്റവളുടെ പേര് ഡ്രൂ എന്നാണ്. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. സ്കൂബ ഡൈവിംഗിലാണ് ഇവർക്ക് എക്സ്പീരിയൻസ്. എല്ലാ വർഷവും പോവാറുള്ളത് പോലെ തന്നെ ഒരു ഡൈവിങ്ങിന് വേണ്ടി കടലിൽ ഒരു പ്രത്യേക സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഡ്രൂ ആണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അവളാണ് മേയെ നയിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ ഒരു അവസരത്തിൽ ഇതുപോലുള്ള ചില പരിപാടികളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു യാത്രക്കിടയിൽ അവർ അവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡ്രൂ താമസിക്കുന്നത് അവളുടെ അമ്മയുടെ കൂടെ തന്നെയാണ്. പക്ഷെ മേ അങ്ങനെയല്ല. ഫാമിലിയിൽ നിന്നും കുറെ കാലമായിട്ട് അവൾ അകന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ശരിക്കുള്ള ക്യാരക്ടറൊന്നും ഡ്രൂവിന് ചില സമയത്ത് പിടികിട്ടാറില്ല. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർക്ക് ചെല്ലേണ്ട സ്ഥലത്ത് അവരെത്തി. ഇനി അവർ ഡൈവ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അതിന് മെയിനായിട്ടും വേണ്ട ഒരു സാധനമാണല്ലോ ഓക്സിജൻ ടാങ്ക് എന്ന് പറയുന്നത്. അവരിപ്പോൾ കാറിന്റെ ഡിക്കിയിൽ നിന്നും 2 എണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബാഗും തൂക്കി അവർ ആ സ്പോട്ട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പായി വളരെ ചെങ്കുത്തായ ഒരു സ്ഥലമുണ്ട്. അതിലൂടെയാണ് അവരിപ്പോൾ നടക്കുന്നത്. ആ ഓക്സിജൻ ടാങ്കിനൊക്കെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ അതും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് അവർക്ക് എത്തേണ്ട സ്പോട്ടിലെത്തി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഡൈവ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. മെയ് ആണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൂ ആണെങ്കിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മെയ് എന്തൊക്കെയോ റോപ്പൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളൊരു ഗുഹയ്ക്കുള്ളിലേക്കാണ് പോകുന്നത് മെയ്. ഈ റോപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഉണ്ട് ഡ്രൂ. എങ്ങനെയുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അതിനുശേഷം അവൾ ഒരു ഹെൽമെറ്റ് കയ്യിലെടുക്കുന്നു. ഇതെന്താ സംഭവം? പുതിയതാണല്ലോ. ഡ്രൂവിന് സംശയമായി. ഈ സമയം അവൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ഡൈവ് പാത്ത് QR4. ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഇന്റർകോം ഉണ്ട്. വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് പരസ്പരം ഇതിലൂടെ സംസാരിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവരുടെ ബാക്കി സാധനങ്ങളെല്ലാം അവിടെയുള്ള ചെറിയൊരു ഹോളിന്റെ അകത്തേക്കാണ് മെയ് അതൊക്കെ തള്ളിക്കയറ്റി വയ്ക്കുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ അവർക്ക് ഡൈവ് ചെയ്യാനുള്ള സ്പോട്ടിന്റെ അടുത്തേക്ക് നടക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണ് അവർ രണ്ടുപേരും. പെട്ടെന്ന് തന്നെ അവർ ആ ചെറിയ പാലത്തിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക് ചാടുന്നു. അങ്ങനെ പതിയെ അവർ ആ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകാൻ തുടങ്ങി. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. അവർക്കിടയിലൂടെ ഒരുപാട് മീനുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അവറ്റകളെയൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ ആ വെള്ളത്തിലൂടെ നീന്തുന്നത്. ആദ്യം 50 അടി താഴ്ചയിലേക്ക് പോകാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡ്രൂ ആണ് അവളെ നയിക്കുന്നത്. അങ്ങനെ നീന്തി ഒരു പാറയിടുക്കിലേക്കാണ് അവരിപ്പോ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ തീരെ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ടോർച്ചും കത്തിച്ചിട്ടാണ് അവരിപ്പോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകും തോറും ആ പാറയിടുക്കുകളുടെ വീതി കുറഞ്ഞു വരാൻ തുടങ്ങി. അതിനിടയിലൂടെയാണ് അവരിപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നീന്തി പോകും തോറും നമ്മളെ സംബന്ധിച്ച് അവർ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഭീതിയാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും അവരെ അത് വളരെ എക്സൈറ്റഡ് ആക്കുകയാണ്. ഇറ്റ്സ് അമേസിംഗ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ 2 മാസം പൂട്ടുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരെല്ലാം ചേർന്ന് സൈക്കിളും എടുത്തിട്ട് ഓരോരോ സ്ഥലങ്ങളും തേടി പോകാറുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ പോയിട്ടുള്ള 2 സ്ഥലങ്ങളിൽ ഒന്ന് ചൂരൽക്കാടും ഒന്ന് നരിമട എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടോ? ഇനി കടലിന്റെ അടിയിലേക്ക് ഇതുപോലെ പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ പോകാൻ തയ്യാറാവും? ഇതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. അങ്ങനെ അവർ നീന്തി അവർ സ്പോട്ട് ചെയ്ത ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിനകത്തെത്തുമ്പോഴേക്കും ഇത് ഡൈവേഴ്സിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവിടെ ഓക്സിജനും കിട്ടുന്നുണ്ട്. മേയുടെ അഭിപ്രായത്തിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഓക്സിജനാണ് അവിടെ കിട്ടുന്നത്. എങ്കിലും കുറച്ച് സമയം നമുക്ക് ഫ്രഷ് എയർ ശ്വസിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഊരിവെച്ച് ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിക്കാൻ തുടങ്ങി. അവരിപ്പം 20 അടി താഴ്ചയിലാണ് നിൽക്കുന്നത്. കുറച്ച് സമയം ഫ്രഷ് ആയിട്ടുള്ള എയറും ശ്വസിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അവർ. ഡ്രൂ അവളോട് സംസാരിക്കുന്നുണ്ട്. മേ അവരുടെ വീട് വിട്ടു പോയതിനു ശേഷം വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അവർ ഇതുപോലെ കണ്ടുമുട്ടുന്നത്. നിനക്ക് എന്താണ് പ്രശ്നം? നീ എന്തിനാണ് ഞങ്ങളെ വിട്ട് പോകുന്നത്? ഞാൻ നിന്നെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചോണ്ടോന്ന് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നീ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? ഡ്രൂ ചോദിക്കുന്നു. അതിന് മറുപടിയായി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് മെയ് പറയുന്നത്. പക്ഷെ അവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം അവൾ വലിയ താല്പര്യത്തോടെ അല്ല വന്നതെന്ന്. അത് ഡ്രൂവിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നീ എന്തിനാണ് ഞങ്ങളെ വിട്ട് പോയത്? സത്യം പറഞ്ഞാൽ നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു ഒഴിവാണ് നമ്മളുടെ വീട്ടിൽ ഇപ്പോഴുള്ളത് എന്നൊക്കെയാണ് ഡ്രൂ പറയുന്നത്. പക്ഷെ മെയ് ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ മാസ്ക് എടുത്ത് വെക്കുന്നു. അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് നീന്തി പോവാണ്. ഡ്രൂവിനാണെങ്കിൽ മറ്റൊരു നിവൃത്തിയുമില്ല. അവളും വേഗം തന്നെ മേയുടെ പുറകെ പോകുന്നു.
അങ്ങനെ അവർ മുന്നോട്ട് തന്നെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. മെയ് ആണെങ്കിൽ ഒരുപാട് മുന്നിലാണ് പോകുന്നത്. ഡ്രൂ എത്ര സ്പീഡിൽ പോയിട്ടും അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് ഡ്രൂ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾക്ക് മെയിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവൾ അനക്കമില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നീ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഡ്രൂ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ മെയ് അതിനൊരു മറുപടി പറയുന്നില്ല. അത് കാണുമ്പോൾ ഡ്രൂവിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. പക്ഷെ മെയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ കടലിന്റെ അഗാധതയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളെ സംബന്ധിച്ച് അവൾക്ക് എന്തോ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഓരോരോ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ഡ്രൂ അവിടെ നിന്ന് നീന്തി മാറുന്നുണ്ട്. പക്ഷെ കല്ലുകളാണെങ്കിൽ അതിങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഡ്രൂ നോക്കുമ്പോൾ ആ കല്ലുകളൊക്കെ മെയിനെയും കൊണ്ട് നേരെ താഴേക്ക് പോയി. അതൊക്കെ കണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ലൈറ്റിലാണ് അവൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷെ ആ കല്ലുകൾ വീണുകൊണ്ട് അവിടുത്തെ മണലൊക്കെ ഇളകി ഇപ്പോൾ ആ ഏരിയ മൊത്തം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഡ്രൂവിന്റെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ അവൾക്ക് ഇന്റർകോമിലും മെയിനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്ഥലകാലബോധം വീണ്ടെടുത്ത് അവൾ ടോർച്ചും തെളിച്ച് മെയിനെ അന്വേഷിച്ച് നീന്താൻ തുടങ്ങി. പക്ഷെ എത്ര സംസാരിച്ചിട്ടും മെയ്ഡ് ഒരു റിപ്ലൈ ഒക്കെ കിട്ടുന്നില്ല. ഈ സമയത്താണ് ആ റോപ്പിന്റെ കാര്യം അവൾ ഓർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിനെ കൊണ്ട് അവൾക്ക് വലിയൊരു ഗുണം ഉണ്ടായിരിക്കുകയാണ്. അവൾ വേഗം തന്നെ ആ റോപ്പ് എടുത്ത് അവിടെ ഒരു പാറയിൽ ചുറ്റി അതിൽ പിടിച്ചിട്ടാണ് മുന്നോട്ട് നീന്തുന്നത്. അങ്ങനെ കുറെ നീന്തി ഒരിടത്തെത്തുമ്പോൾ മെയ്ഡ് ശബ്ദം അവൾക്ക് കേൾക്കുന്നുണ്ട്. ആ ഇന്റർകോമിലൂടെയാണ് അവൾ സംസാരിക്കുന്നത്. ഞാനൊരു 100 അടി താഴ്ചയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റക്കായിട്ട് കിടക്കാണ്. എനിക്ക് മുകളിലേക്ക് നീന്താൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് മെയ് പറയുന്നത്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നീ ആ ടോർച്ച് തെളിയിച്ചാൽ മതി എന്നാണ് ഡ്രൂ പറയുന്നത്. അങ്ങനെ ഡ്രൂ വേഗം തന്നെ മെയ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീന്താൻ തുടങ്ങി. കുറെ നേരം നീന്തി കഴിയുമ്പോൾ അവളുടെ ടോർച്ചിന്റെ ലൈറ്റ് ഡ്രൂവിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ നീന്തി മെയ്യുടെ അടുത്തെത്തി. ഇനി എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് രക്ഷിക്കണം. പക്ഷെ അവൾ വിചാരിച്ച പോലെ അത് അത്ര എളുപ്പമായിരുന്നില്ല. മെയ്യുടെ കാല് അവിടെയുള്ള ഒരു വലിയ പാറയ്ക്കടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ പാറ അവിടെ നിന്ന് മാറ്റാതെ മെയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചേർന്ന് ആ പാറ തള്ളി പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും അവർക്ക് ആ പാറക്കഷ്ണം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. സമയമാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓക്സിജന്റെ ലെവല് കുറയുന്നുമുണ്ട്. അങ്ങനെ ഡ്രൂ ആണെങ്കിൽ മെയിൻ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല എന്ന് മെയിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. നീ ഒന്ന് അടങ്ങ് ഡ്രൂ, നമുക്കൊരിക്കലും ഈ കല്ല് ഇവിടെ നിന്ന് എടുത്ത് പൊക്കാൻ സാധിക്കത്തില്ല. നമുക്കിനി ഒരൊറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നീ ആ കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞ് മെയ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം നീ നേരെ സർഫസിലേക്ക് ചെല്ലണം. ഇവിടെ നിന്നും ഒരൊറ്റ പോക്കായിരിക്കണം നീ പോകേണ്ടത്. നിന്റെ കമ്പ്യൂട്ടറിൽ എറർ മെസ്സേജ് ഒക്കെ വന്നേക്കാം. ഡീകംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും അതിൽ മെസ്സേജ് വരിക. ഈ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ ഇത്രയും താഴോട്ട് വരുന്നതല്ലേ. ഈ ഒരു പ്രഷറിൽ നിന്നും പെട്ടെന്ന് നോർമൽ പ്രഷറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം സമുദ്രത്തിന്റെ അടിയിലെ ഈ പ്രഷറിൽ നിന്നും പുറത്തുള്ള പ്രഷറിലേക്ക് വരാൻ. അങ്ങനെ പതുക്കെ പതുക്കെ അത് കുറച്ചുകൊണ്ട് വരുന്നതിനാണ് ഡീകംപ്രഷൻ ചെയ്യാന്ന് പറയുന്നത്. ആ ഒരു മെസ്സേജ് വരും എന്നാണ് മെയ് പറയുന്നത്. ഒരു തവണ മുകളിലോട്ട് പെട്ടെന്ന് പോയതുകൊണ്ടൊന്നും കുഴപ്പം വരത്തില്ല. അതുകൊണ്ട് നീ ആ മെസ്സേജ് മൈൻഡ് ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് നീ തീരത്തേക്ക് ചെന്നിട്ട് ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കണം. അതൊരു വഴിക്ക് ചെയ്യണം. പിന്നെ നീ പ്രത്യേകം ചെയ്യേണ്ട കാര്യമാണ് ഓക്സിജൻ ടാങ്ക്. നമ്മളിവിടേക്ക് ജമ്പ് ചെയ്ത സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ 2 ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കാറിന്റെ ബാക്ക് സീറ്റിലും 2 ടാങ്കുകൾ ഇരിപ്പുണ്ട്. പറ്റുകയാണെങ്കിൽ ആ കാറിലെ ടാങ്കുകൾ എടുത്തിട്ട് നമ്മൾ ജമ്പ് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുവച്ചേക്ക്. പിന്നെ കാറിന്റെ ഡിക്കിക്കുള്ളിൽ കാറിന്റെ ജാക്കി ഇരിപ്പുണ്ട്. അതും കൂടെ നീ എടുക്കാൻ മറക്കരുത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള ഈ കല്ലെടുത്ത് മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് മെയ് അവളെ ഏൽപ്പിക്കുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ പോവാൻ തുടങ്ങുമ്പോഴാണ് മെയ് മറ്റൊരു കാര്യം പറയുന്നത്. നോക്ക് ഡ്രൂ, നമുക്ക് രക്ഷപ്പെടാൻ പല വഴികളുമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്ക്. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ട് കഴിഞ്ഞാൽ നീ ഒരുപാട് ഓക്സിജൻ എടുക്കും. അതുകൊണ്ട് വളരെ കാമായിട്ട് വേണം നീ മുകളിലേക്ക് പോവാൻ എന്നാണ് മെയ് പറയുന്നത്. അത് കേൾക്കുന്ന ഡ്രൂ ആണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞതിന് ശേഷം വേഗം തന്നെ അവിടെ നിന്ന് നീന്തി പോകുന്നു. അങ്ങനെ ഡ്രൂ മുകളിലേക്ക് നീന്താൻ തുടങ്ങി. മെയ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഓക്സിജൻ ടാങ്കിൽ ഓക്സിജൻ ഇപ്പോൾ ഫുള്ളാണ്. ആ ഒരു ഓക്സിജൻ വെച്ചിട്ട് 25 മിനിറ്റ് മാത്രമേ അവൾക്ക് കടലിന്റെ അടിത്തട്ടിൽ തുടരാൻ സാധിക്കത്തുള്ളൂ. ആ സമയം തീരുന്നതിന് മുമ്പ് ഡ്രൂ തിരിച്ചു വരണം. അതുകൊണ്ട് തന്നെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൾ വാച്ചിൽ 20 മിനിറ്റിന് ഒരു അലാറം സെറ്റ് ചെയ്യണം. അത്ര സമയം മാത്രമേ അവൾക്ക് പുറത്ത് ചെലവഴിക്കാൻ സാധിക്കത്തുള്ളൂ. അത് തീരുമ്പോഴേക്കും അവൾ ഓക്സിജൻ ടാങ്ക് കൊണ്ട് മെയിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റെ പണി തീരും. ആ കാര്യം ഓർത്തിട്ട് തന്നെയാണ് ഡ്രൂ ഇപ്പൊ മുകളിലേക്ക് പോകുന്നത്.
അങ്ങനെ അവൾ വളരെ കഷ്ടപ്പെട്ട് മുകളിലെത്തി. ഈ സമയത്താണ് അവൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാണുന്നത്. നേരത്തെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് മൊത്തം പാറക്കല്ലുകൾ വീണ് കിടക്കുന്നുണ്ട്. അതിനുള്ളിലാണ് ആ ഓക്സിജൻ ടാങ്ക് ഇരിക്കുന്നത്. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കല്ലുകളൊന്നും അവളെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു വെപ്രാളത്തിനിടയിൽ മെയ് പറഞ്ഞ പോലെ അവൾ ആ അലാം സെറ്റ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ കുറെ സമയം കല്ല് മാറ്റാൻ ശ്രമിച്ചിട്ട് പറ്റാത്തോണ്ട് അവൾ ആ പണി ഉപേക്ഷിക്കുന്നു. പെട്ടെന്നാണ് അവൾ ആ അലാറത്തിന്റെ കാര്യം ഓർക്കുന്നത്. അവൾ വേഗം തന്നെ അവളുടെ വാച്ചിൽ അലാം സെറ്റ് ചെയ്യുന്നു. 20 മിനിറ്റ് ആണല്ലോ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ 4 മിനിറ്റ് ഇപ്പോഴേ തീർന്നു. അതുകൊണ്ട് തന്നെ 16 മിനിറ്റ് ആണ് അവൾ അലാം സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ ഓടാൻ തുടങ്ങി. അവൾ ഇപ്പോൾ ഓടുന്നത് അവളുടെ കാറിന്റെ അടുത്തേക്കാണ്. അവൾ നോക്കുമ്പോൾ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ 2 ടാങ്ക് ഓക്സിജൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സാധനങ്ങളൊക്കെ ആ പാറക്കല്ലിന്റെ ഇടയിലാണല്ലോ. അതുകൊണ്ട് തന്നെ കാറിന്റെ കീ അവളുടെ കയ്യിലില്ല. എങ്കിലും ഓക്സിജൻ എടുത്തല്ലേ പറ്റൂ. അവൾ വേഗം തന്നെ അവിടെ നിന്നൊരു കല്ലെടുത്ത് ആ കാറിന്റെ ചില്ല് തല്ലി പൊട്ടിക്കുന്നു. അതിനുശേഷം അതിന്റെ ഡോറ് തുറന്ന് ആ 2 ഓക്സിജൻ ടാങ്കുകളും വെളിയിലേക്ക് എടുക്കുന്നു. ഓക്സിജൻ ടാങ്ക് മാത്രമല്ല മെയ് കൊണ്ടുപോകാൻ പറഞ്ഞത്, കാറിന്റെ ജാക്കി കൂടെ എടുക്കണം. പക്ഷെ അത് ഡിക്കിയിലാണ്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് ആ ഡിക്കി തുറക്കാൻ സാധിക്കുന്നില്ല. ഒരു കത്തി വെച്ച് അവൾ ബാക്കിലത്തെ സീറ്റൊക്കെ വലിച്ചു കയറി നോക്കുന്നുണ്ട്. എങ്കിലും ഡിക്കിക്കുള്ളിലേക്ക് കൈയിടാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറെ ശ്രമിച്ചിട്ട് അത് പറ്റാത്തോണ്ട് അവൾ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. അവൾ കാറിന്റെ ഡാഷ് ചെക്ക് ചെയ്യുമ്പോൾ അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാപ്പ് അതിൽ കാണുന്നുണ്ട്. അവർ നിൽക്കുന്നതിൽ നിന്നും 1 മൈൽ അകലെയായി ഒരു വീട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവൾ. പക്ഷെ ഈ സമയത്താണ് അവൾ ടൈം നോക്കുന്നത്. ഇനി വേറെ 8 മിനിറ്റ് മാത്രമേ ഉള്ളൂ മെയ്യുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ. അതുകൊണ്ട് ആ വീട്ടിലേക്ക് പോലും ഇപ്പം എന്തായാലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം ആ ടാങ്കുകളും എടുത്ത് അവൾക്ക് ഡൈവ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നടക്കുന്നു. ഇതേ സമയം മെയ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഓക്സിജന്റെ ലെവലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ 0യിലേക്ക് അടുക്കാനായിട്ടുണ്ട്. അങ്ങനെ ഡ്രൂ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൈവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഈ സമയത്താണ് അവൾ അവളുടെ ഓക്സിജന്റെ ലെവൽ ശ്രദ്ധിക്കുന്നത്. അതിലിപ്പോഴും 70 ബാറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പുതിയ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നില്ല. ആ ടാങ്ക് തന്നെ ഉപയോഗിക്കാനാണ് അവൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അത് എടുത്തു പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ബോട്ട് അതിലെ പോകുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. വല്ലാത്തൊരു സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു അവൾക്ക്. അവൾ ഉറക്കെ ആ ബോട്ടിലുള്ള ആളുകളെ വിളിക്കാൻ തുടങ്ങി. ആ ബോട്ടാണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ലാണ്ട് അങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ സമയം നോക്കുന്നുണ്ട്. 3 മിനിറ്റാണ് അതിൽ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മെയ്ഡ് അടുത്തെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പണി തീരും. അതുകൊണ്ട് തന്നെ ഡ്രൂ വേഗം അതിലൊരു ടാങ്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങിക്കഴിഞ്ഞ് അവൾ ഒന്നുകൂടെ ബോട്ടിലുള്ള ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ബോട്ടുകാർ അവളെ കണ്ടു കഴിഞ്ഞു. അവരിപ്പോ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവളുടെ കയ്യിലുള്ള ആ ടാങ്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് വീണു പോകുന്നു. അവൾ നോക്കുമ്പോൾ ബോട്ടുകാർ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ടാങ്ക് പോയതുകൊണ്ട് തന്നെ അവൾ അവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അവൾ പെട്ടെന്ന് താഴേക്ക് ഓളിയിട്ട് പോവാണ് ചെയ്യുന്നത്. ഇതേ സമയം മെയ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഫുൾ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഹാഫ് മാസ്ക് വെച്ചിട്ടുണ്ട്. ഓക്സിജൻ ആണെങ്കിൽ മുഴുവനായിട്ടും തീർന്നിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡ്രൂ അവളുടെ അടുത്തേക്ക് നീന്തിയെത്തി. പക്ഷെ ആ ടാങ്ക് അവൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ടാങ്കിൽ നിന്നാണ് മെയ്ക്ക് അവൾ ഓക്സിജൻ കൊടുക്കുന്നത്. കറക്റ്റ് സമയത്ത് ഓക്സിജൻ കിട്ടിയോണ്ട് തന്നെ അവളുടെ ജീവൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. മെയ്ക്ക് വേണ്ട ഓക്സിജൻ ഒക്കെ കൊടുത്തതിന് ശേഷം ഡ്രൂ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ആ ടാങ്കിനെ കുറിച്ചിട്ടാണ് അവളിപ്പോൾ പറയുന്നത്. ആ ടാങ്ക് എന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയി. പക്ഷെ അത് എവിടെയാണ് വീണ് കിടക്കുന്നത് എന്ന സ്പോട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് എടുക്കാൻ പോവാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ഇവിടെ തുടരാൻ പറ്റൂ എന്നൊക്കെയാണ് ഡ്രൂ പറയുന്നത്. അതിന് സമ്മതിക്കാന്നല്ലാതെ മെയിന് മറ്റൊരു നിവർത്തിയുമില്ല. പക്ഷെ ഡ്രൂ അവളുടെ ആ സ്വിമ്മിംഗ് സൂട്ടുമായിട്ടല്ല പോകുന്നത്. അത് ഊരിക്കൊടുത്തിട്ട് ഓക്സിജൻ ഒന്നുമില്ലാതെയാണ് അവൾ ആ ടാങ്ക് എടുക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോകുന്നതിന് മുമ്പായി അവൾക്ക് ആവശ്യത്തിന് വേണ്ട എയറൊക്കെ അവൾ വലിച്ചെടുക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് നീന്താൻ തുടങ്ങി. അവൾ പോയി കഴിയുമ്പോഴാണ് മെയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ കയ്യിലാണല്ലോ ഡ്രൂവിന്റെ സ്വിമ്മിംഗ് സൂട്ട് ഉള്ളത്. അതിൽ ഓക്സിജൻ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന വാൽവിന് ഒരു ലീക്ക് ഉണ്ട്. അതിലൂടെ ഓക്സിജൻ മൊത്തം വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ടാങ്കിലുള്ള ഓക്സിജനും തീരും എന്ന കാര്യം മെയ്ക്ക് ഉറപ്പാണ്. ഈ സമയം ഡ്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ടാങ്കും തേടി അവിടെയുള്ള പാറക്കല്ലുകൾക്കിടയിലേക്ക് ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം അവൾ ആ ടാങ്ക് കണ്ടെത്തുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ടാങ്ക് എടുത്ത് തിരിച്ചു നീന്താൻ തുടങ്ങി. അങ്ങനെ വേഗം തന്നെ അവൾ മെയ്യുടെ അടുത്തെത്തി. അവൾ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ മെയ് ആണെങ്കിൽ അവൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അവൾക്ക് കൊടുക്കുന്നു. അങ്ങനെ വേണ്ടത്ര ഓക്സിജനൊക്കെ എടുത്തതിന് ശേഷം ഇനി അവർക്ക് ചെയ്യാനുള്ളത് മെയ്യുടെ തീർന്ന ഓക്സിജൻ ടാങ്ക് മാറ്റി പുതിയതായിട്ട് അവൾ കൊണ്ടുവന്ന ഓക്സിജൻ ടാങ്ക് ഫിറ്റ് ചെയ്യണം. അതിനുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മെയ്യുടെ സ്യൂട്ടിലേക്ക് അവർ ആ ഓക്സിജൻ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഇന്റർകോം അടങ്ങിയ ആ മാസ്ക് ധരിച്ചതിന് ശേഷം അവൾ ഡ്രൂവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ ആദ്യമേ ചോദിക്കുന്നത് നീ എന്തുകൊണ്ടാണ് കാറിന്റെ ജാക്കി കൊണ്ടുവരാഞ്ഞെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ മാപ്പ് നോക്കിയപ്പോൾ അവിടെ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു.
മാത്രമല്ല ഞാനൊരു ബോട്ടിനെ കൈ കാണിച്ച് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ നമ്മൾ നിന്ന് ആ സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഉടനെ തന്നെ പോയിട്ട് അവരെടുത്ത് കാര്യങ്ങൾ പറയണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ബോട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ 1 മൈൽ അപ്പുറത്തുള്ള വീട്ടിലേക്ക് നീ ഒരിക്കലും പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് സമയത്തിന് തിരിച്ചു വരാൻ സാധിക്കത്തില്ല. ഇനി നീ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ ബോട്ടുകാരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും കാറിന്റെ ജാക്കി എടുത്തുകൊണ്ട് വരണം. നിനക്കത് തുറക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്, നീ ഒന്നുകൂടെ ഹാർഡായിട്ട് ശ്രമിച്ചു നോക്ക്. കാറിന്റെ ഡിക്കി എന്ന് പറയുന്നത് അങ്ങനെ തല്ലി പൊളിക്കാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. നിനക്ക് ട്രൈ ചെയ്ത ഉറപ്പായിട്ട് അത് പൊളിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം, നിന്റെ ഈ ഓക്സിജൻ ടാങ്കിലേക്കുള്ള ഒരു വാൽവ് ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് വേണ്ടത്ര ഓക്സിജൻ ഉള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ആ ഹോൾ ഇനിയും വലുതാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്സിജൻ എല്ലാം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർഫസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആ വാൽവിന്റെ കാര്യം നീ ഒന്ന് ശരിയാക്കണം എന്നും കൂടെ അവൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഓക്കെ, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, എനിക്ക് എന്തായാലും ആദ്യം ആ ബോട്ടിനെ പിടിക്കണം എന്ന് പറഞ്ഞ് അവൾ പോവാൻ തുടങ്ങി. ഈ സമയം മേ അവളോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നോക്ക് ഡ്രൂ, എന്തായാലും നീ സർഫസിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ചൊരു തവണ കൂടെ നീ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇത്തവണ നീ പോകുന്നതിന് മുമ്പായി നീ ഡീകംപ്രഷൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത വരവ് നിന്റെ ശരീരം താങ്ങത്തില്ല. അതുകൊണ്ട് ഒരു 20 ഫീറ്റ് താഴെ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും നീ ഡീകംപ്രഷൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ മേ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഡ്രൂ അതിന് സമ്മതിക്കുന്നില്ല. 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ബോട്ടിലുള്ള ആളുകൾ ഇപ്പൊ തന്നെ അവിടെ എത്തിക്കാണും, എനിക്ക് അവരുടെ അടുത്ത് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ ഡീകംപ്രഷൻ ചെയ്യാനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ അവൾ മുകളിലെത്തി. പക്ഷെ അവൾ നോക്കുമ്പോൾ ആ ബോട്ടുകാരെയൊന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും നിരാശയിലാണ്. വളരെ കഷ്ടപ്പെട്ട് അവൾ തിരിച്ച് കരയിലേക്ക് കയറി. ആ ഡീകംപ്രഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവളുടെ ശരീരം അവളെ തെറി വിളിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി അവൾ വല്ലാതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മൂക്കിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ചോരയും വരുന്നുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ചെക്ക് ചെയ്യുന്നത് അവളുടെ ഓക്സിജൻ ടാങ്കിന്റെ വാൽവാണ്. മേ പറഞ്ഞത് കറക്റ്റ് ആണ്, അതിലൊരു കീറൽ വീണിട്ടുണ്ട്. ഇനി അത് ശരിയാക്കാതെ അവൾക്കിനി അതും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. ഇനി മേ പറഞ്ഞതുപോലെ ആ ജാക്കി എടുക്കുക എന്നത് മാത്രമാണ് അവൾക്ക് ചെയ്യാനുള്ളത്. അവൾ വേഗം തന്നെ അവളുടെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ കാറിന്റെ ഡിക്കി ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല. അവളാണെങ്കിൽ ശരിക്കും സൈ കെട്ട് നിൽക്കാണ്. ഈ സമയത്താണ് ആ മാപ്പിൽ കണ്ട ആ വീടിന്റെ കാര്യം അവൾ ഓർക്കുന്നത്. അങ്ങോട്ട് പോകരുത് എന്ന് മേ വാൺ ചെയ്തിട്ടുണ്ട്, കാരണം ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഡ്രൂവിന് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം ആ വീട് ലക്ഷ്യമാക്കി ഓടുന്നു. കുറെ ദൂരം ഓടിയിട്ടാണ് അവൾ ആ വീടിന്റെ മുന്നിലെത്തുന്നത്. അവൾ പ്രതീക്ഷിച്ച പോലെ അതൊരു വീടല്ല, അതൊരു ചെറിയ പള്ളിയാണ്. അവൾ വേഗം തന്നെ അതിന്റെ അകത്ത് കയറി പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെ അകത്തൊന്നും ആരെയും കാണുന്നില്ല. പക്ഷെ ആ പരിശോധനയ്ക്കിടയിൽ അവൾക്കൊരു ചുറ്റിക കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ എന്തോ ഒരു ജ്യൂസ് അവൾക്ക് കിട്ടുന്നുണ്ട്. വേഗം തന്നെ ആ ജ്യൂസൊക്കെ അവൾ കുടിച്ചു തീർക്കുന്നു. ഇനിയിപ്പോൾ അവൾക്ക് ചെയ്യാനുള്ളത് ആരെങ്കിലും കാര്യം അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൾ ആ മാപ്പ് എടുത്ത് അവളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ അതിൽ എഴുതി വെക്കുന്നു. എവിടെയാണ് അവർ പെട്ടുകിടക്കുന്നത് എന്ന സ്ഥലവും അവൾ അതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ ആ ചുറ്റിക എടുത്ത് നേരെ അവളുടെ കാറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ആ ചുറ്റിക വെച്ച് അവൾ ആ കാറിന്റെ ഡിക്കി പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും വിഫലമാണ്. അവളെ കൊണ്ട് അത് പൊളിക്കാൻ സാധിക്കുന്നില്ല. അവൾക്കാണെങ്കിൽ ആ കാറിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് ശരിക്കും ദേഷ്യം വരികയാണ്. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഉന്തിക്കൊണ്ടുപോയി അവിടെ നിന്നുള്ള ഒരു ചെരുവിലേക്ക് തള്ളിയിടുന്നു. അവളുടെ ആ പ്രതീക്ഷ തെറ്റിയില്ല. വളരെ ശക്തമായിട്ടാണ് അത് താഴേക്ക് ചെന്ന് വീണത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിക്കി ഓപ്പൺ ആയിട്ടുണ്ട്. അവൾ വളരെ പ്രതീക്ഷയോടെ വേഗം തന്നെ ഡിക്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ ആ പ്രതീക്ഷ വീണ്ടും തെറ്റി. അതിനകത്ത് മേയ് പറഞ്ഞതുപോലെ ഒരു ജാക്കിയൊന്നുമില്ല. അതിനകത്തുണ്ടായിരുന്നത് ഒരു പശ മാത്രമാണ്. അവൾ അത് കയ്യിലെടുത്ത് നോക്കുന്നു. ജാക്കി കാണാത്തതുകൊണ്ട് തന്നെ അവൾ ആകെ നിരാശയിൽ അവിടെ കിടക്കുകയാണ്. കുറച്ച് സമയം അവൾ അവിടെ കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് അവൾ ഒരു സൈൻ ബോർഡ് കാണുന്നത്. ആ സൈൻ ബോർഡിൽ ഒരു വടിയുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ആ വടിയൊക്കെ അതിൽ നിന്ന് വലിച്ചു പറിച്ചെടുക്കുന്നു. അതിനുശേഷം നേരെ അവളുടെ സ്വിമ്മിംഗ് സൂട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവൾ ആ പശ വെച്ച് ആദ്യം ആ വാൽവ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഇൻസുലേഷൻ ടാപ്പും ആ പശയൊക്കെ വെച്ചിട്ട് വേഗം തന്നെ അവൾ അത് ചുറ്റി വെക്കുന്നു. അതിനുശേഷം ആ പശ അവിടെ കളഞ്ഞിട്ടാണ് അവൾ ആ സാധനങ്ങളെടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ വടിയും അതുപോലെ പുതിയൊരു ഓക്സിജൻ ടാങ്കുമായിട്ടാണ് താഴെ മേയുടെ അടുത്തെത്തിയത്. അതിനുശേഷം അവർ രണ്ടുപേരും ആ വടി വെച്ച് ആ കല്ലെടുത്ത് പൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡ്രൂ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ഓക്സിജനൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അവരിനി ആയാസമുള്ളൊരു പണിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് കൂടുതൽ ഓക്സിജൻ ഇനിയും വേണം. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ ടാങ്ക് ചേഞ്ച് ചെയ്യണം. അതിനുള്ള പണിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൂ വേഗം തന്നെ അവളുടെ പഴയ ഓക്സിജൻ ടാങ്ക് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയും അവൾക്ക് മറ്റൊരു പണി കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് കൊണ്ടുവന്ന ആ ഓക്സിജൻ ടാങ്ക് ഉണ്ടല്ലോ, അതിന്റെ നോബിന്റെ പിരി വെട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓക്സിജൻ ഒന്നും റിലീസ് ആവുന്നില്ല. ഡ്രൂ ആണെന്നുണ്ടെങ്കിൽ ശ്വാസം പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവക്കാണെങ്കിൽ അധികം സമയം ഇനി അതുപോലെ നിൽക്കാൻ സാധിക്കത്തില്ല. അവൾ വേഗം തന്നെ പഴയ ഓക്സിജൻ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നു. ആ ടാങ്കിൽ ഇനി വളരെ കുറച്ച് ഓക്സിജനേ ഉള്ളൂ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ വേഗം ആ വടി വെച്ച് വീണ്ടും ആ പാറ പൊക്കാൻ തുടങ്ങി. അവർ നല്ല രീതിയിൽ പ്രഷർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി ആ വടി നടു മുറിഞ്ഞു പോകുന്നു. ഇനി എന്ത് ചെയ്യണം എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഡ്രൂവിന് മറ്റൊരു ഐഡിയ തോന്നുന്നത്. ഈ ഡൈവേഴ്സിന്റെ സ്വിമ്മിംഗ് സ്യൂട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു എയർ ബാഗ് ഉണ്ട്. അതിലേക്ക് എയർ നിറയ്ക്കാനും പറ്റും, എയർ കുറയ്ക്കാനും പറ്റും. അതെല്ലാം ആ ഓക്സിജൻ ടാങ്കിന്റെ വാൽവുമായിട്ട് കണക്റ്റഡ് ആണ്. അവൾ വേഗം തന്നെ ആ ബാഗ് എടുത്ത് ആ കല്ലിന്റെ ഒരു ഭാഗത്ത് വെക്കുന്നു. അതിനുശേഷം അതിനകത്തേക്ക് ഓക്സിജൻ നിറയ്ക്കാൻ തുടങ്ങി. അത് നിറയുന്നതോടൊപ്പം ആ ബാഗിന്റെ കനം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കല്ല് ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയാണ് അവർക്കത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ ആ പ്രതീക്ഷയും തെറ്റി. ആ വാൽവ് കണക്ട് ചെയ്ത ആ ട്യൂബിനൊരു ലീക്ക് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ കണ്ടാണല്ലോ, അത് കൂടാൻ തുടങ്ങി. അതിലൂടെ ഫുൾ എയർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് ഇനി ആ പാറയെടുത്ത് മാറ്റാൻ പറ്റും എന്ന പ്രതീക്ഷയും അവർക്കില്ലാതായി. മെയ് ആണെങ്കിൽ മുഴുവൻ പ്രതീക്ഷയും തെറ്റിയിട്ടാണ് അവിടെ കിടക്കുന്നത്. ഇപ്പൊ ഇതും കൂടെ ആയപ്പോ അവൾക്ക് ഇനി ജീവിക്കണമെന്നേ ഇല്ല. അവൾ ഡ്രൂവിനോട് സംസാരിക്കാൻ തുടങ്ങി. നോക്ക് ഡ്രൂ, ഞാൻ എന്തായാലും ഇവിടെ പെട്ടു. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് ഇനിയും ജീവിതം ബാക്കിയുള്ളതാണ്. അതുകൊണ്ട് എന്നെ നീ മറന്നേക്ക്. നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവാൻ നോക്ക് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഡ്രൂവിന് ശരിക്കും വിഷമമാണ് വരുന്നത്. ഇല്ല മെയ്, ഒരിക്കലും നിന്നെ ഞാൻ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകത്തില്ല. ഉറപ്പായിട്ടും ഞാൻ പുറത്ത് ചെന്ന് ഒന്നില്ലെങ്കിൽ ആ ബോട്ടുകാരെ ഞാൻ കണ്ടെത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എഴുതി വെച്ച ആ മെസ്സേജ് കണ്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അവരെയും കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസ് ആണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ മാസ്കും കാര്യങ്ങളൊക്കെ ഊരി മാറ്റി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നീന്താൻ തുടങ്ങി. ആ ഡീകംപ്രഷന്റെ കാര്യം മെയ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഡ്രൂ അവിടെ നിന്ന് നീന്തി പോകുന്നത്. അങ്ങനെ അവൾ തിരിച്ച് കരയിലെത്തുമ്പോഴേക്കും അവൾ ശരിക്കും അവശയായിട്ടുണ്ട്. ആ ഡീകംപ്രഷൻ ചെയ്യാത്തതുകൊണ്ട് അവളുടെ മൂക്കിൽ നിന്നൊക്കെ ശരിക്കും ചോര വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ വേഗം തന്നെ ആ പാലത്തിലേക്ക് കയറി കുറച്ച് സമയം അവിടെ കിടക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. താഴെയുള്ള മേയുടെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. മരണത്തെ അവളിപ്പോൾ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവൾ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഡ്രൂ തിരിച്ചു വരുന്നത്. പക്ഷെ മറ്റാരും അവളുടെ കൂടെയില്ല. അവൾ വന്നിരിക്കുന്നത് നേരത്തെ അവൾ ഉപേക്ഷിച്ച ആ പശയുമായിട്ടാണ്. ആ പശ വെച്ച് ആ വാൽവ് റെഡിയാക്കാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ആ പശ ആ വാൽവിന്റെ അകത്തേക്ക് അടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അതിന്റെ ലീക്കെല്ലാം ഇല്ലാതാവുന്നു. അങ്ങനെ വീണ്ടും അവർ ആ ബാഗിന്റെ അകത്തേക്ക് എയർ അടിച്ച് കയറ്റാൻ തുടങ്ങി. ഇത്തവണ അത് വർക്കാവുന്നുണ്ട്. ആ ബാഗിൽ എയറൊക്കെ നിറഞ്ഞു വരുമ്പോൾ ആ കല്ല് മൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ അവരുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ ആ കല്ല് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറുന്നു. അതോടൊപ്പം തന്നെ മെയ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇനിയാണ് മക്കളെ അടുത്ത പ്രശ്നം. മെയ് രക്ഷപ്പെട്ടെങ്കിലും ഈ ഡീകംപ്രഷന്റെ പ്രശ്നം കാരണം ഡ്രൂ ശരിക്കും അവശയായിട്ടുണ്ട്. അത് മെയിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഡ്രൂവിനെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് നീന്താൻ തുടങ്ങി. അങ്ങനെ നീന്തി നീന്തി അവർ ആദ്യം വിശ്രമിച്ച സ്ഥലത്തേക്കാണ് അവർ ചെല്ലുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവർ ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മെയ് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. നീ എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ. ഇവിടെയാണ് നിന്റെ ഡീകംപ്രഷൻ നടത്തേണ്ടത്. ഇനിയും നീ ഡീകംപ്രഷൻ ചെയ്യാതെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ബ്ലാസ്റ്റായി പോത്തേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന അത്രയും സമയം നീ ഇവിടെ നിന്നേ പറ്റൂ. എനിക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും എയർ വേണം. ഞാൻ പോയിട്ട് നീ നേരത്തെ അവിടെ കൊണ്ടിട്ട് ആ ടാങ്ക് എടുത്തിട്ട് വരാം. അതെങ്ങനെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഓക്സിജൻ മാസ്കുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം മെയ് വേഗം തന്നെ ആ ടാങ്ക് എടുക്കാൻ പോകുന്നു. ഈ സമയത്താണെങ്കിൽ ഡ്രൂവിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എയർ അവൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ശ്വാസം മുട്ടി പെട്ടെന്ന് തന്നെ അവൾ അൺകോൺഷ്യസ് ആയി പോകുന്നു. ഈ സമയം മെയ് ആണെങ്കിൽ ആ ടാങ്കും തപ്പിക്കൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം അവൾ ആ ടാങ്ക് കണ്ടെത്തുന്നു. അതിനുശേഷം വേഗം തന്നെ അവൾ ഡ്രൂവിന്റെ അടുത്തേക്ക് നീന്തി വരുന്നു. ഡ്രൂ ആണെങ്കിൽ അനക്കമില്ലാതെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അത് കാണുന്ന മെയ് പെട്ടെന്ന് തന്നെ ഒരു കല്ലെടുത്ത് ആ ടാങ്കിന്റെ വാൽവ് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം വേഗം തന്നെ അത് അവളുടെ ജാക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ സെറ്റായതിനു ശേഷം അവൾ പെട്ടെന്ന് തന്നെ ഡ്രൂവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി എങ്ങനെയെങ്കിലും അവളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ്റെ ശ്രമം. കുറച്ച് സമയം അവൾ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ആ ശ്രമത്തിനൊടുവിൽ ഡ്രൂവിന് ബോധം വരുന്നു. അതെല്ലാം കണ്ട് മെയ്ക്കാകെ സമാധാനമായി. അങ്ങനെ മെയ് വളരെ വേഗം തന്നെ ഡ്രൂവിനെയും കൊണ്ട് സർഫസിലേക്ക് നീന്തുന്നു. ഇനിയിപ്പോൾ എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്? സർഫസിലെത്തി കുറച്ച് സമയം ആ കടലിന്റെ മനോഹാരിതയെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവർ. അതിനിടയിൽ അവർ അവരുടെ വിശേഷങ്ങൾ വീണ്ടും പങ്കുവെക്കുന്നുണ്ട്. ഇതുവരെ അവർക്ക് സംഭവിച്ച ആ ദുരന്തം അവരിപ്പോൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരുടൻ തന്നെ അവരുടെ വീട്ടിലേക്ക് യാത്രയാവുന്നതാണ്.